നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്റർനാഷണൽ ബ്രേക്കിന് മുന്നോടിയായിട്ടുള്ള അവസാന കളിയിൽ റയൽ മാഡ്രിഡ് ഇന്ന് മയോർക്കെതിരെ കളിക്കുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1 മണിക്ക് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1 മണിക്ക് സാന്റിയാഗോ ബെർണബുവിലാണ് ഈ കളി. ഈ കളിക്കുള്ള റയലിൻ്റെ സ്ക്വാഡ് ഇപ്പോൾ ഓൾറെഡി കോച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരൊക്കെ ആദ്യ 11-ൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. മസ്റ്റൻഡൂനോയെ കഴിഞ്ഞ കളിയിൽ സ്റ്റാർട്ട് ചെയ്യിച്ചിരുന്നു. അത് തുടരുമോ? റോഡ്രിഗോ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് വീണ്ടും അവസരം കൊടുക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. എന്തായാലും നമ്മൾ നോക്കിയാണ് അവരുടെ സ്ക്വാഡ്. കോർട്ടുവ, ലൂനിൻ, സെർജിയോ മെസ്ട്രെ എന്നിവരാണ് ഗോൾ കീപ്പർമാരായിട്ടുള്ളത്. ഡിഫൻസിൽ കർവാഹൽ, മിലിറ്റാവോ, അലാബ, ട്രെൻഡ്, അസെൻസിയോ, കരേറസ്, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, ഹുയ്സൻ എന്നിവരുണ്ട്. മധ്യനിരയിലേക്കാണെങ്കിൽ വാൽവർദെ, ഷൂബനി, ആർദ ഗ്യൂളർ, സെബയോസ്, തിയാഗോ എന്നിവരാണുള്ളത്. മുന്നേറ്റ നിരയിൽ വിനി ജൂനിയറും കിലിൻ എംബാപ്പയും റോഡ്രിഗോയും ഗോൺസാലോയും ബ്രാഹിമും മസ്റ്റൻഡൂനയുമാണ് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ആരൊക്കെയായിരിക്കും ആദ്യ 11-ൽ എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ ലഭ്യമാവുന്ന ചില വിവരങ്ങൾ വെച്ച് ഇങ്ങനെയാവാം അവരുടെ ആദ്യ 11. കോർട്ടുവ ഗോൾ കീപ്പറായിട്ട്, ട്രെൻഡും ഹ്യൂയിസണും മിലിറ്റാവോയും കരേറസും സെൻറ്റർ ബാക്കുമാരായിട്ട്, പിന്നെ വാൽവർദെ, ഷൂബനി, ഗ്യൂളർ എന്നിവർ മധ്യനിരയിൽ, മസ്റ്റൻഡൂനോ, വിനി, എംബാപ്പെ എന്നിവർ മുന്നേറ്റ നിരയിൽ. ഇങ്ങനെയുള്ള ഒരു 11 സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോവുകയാണ്. റയലിൻ്റെ പല താരങ്ങളും ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്ക്വാഡുകളിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ബ്രസീലിയൻ സ്ക്വാഡിലേക്ക് അവരുടെ താരങ്ങളെ ആരെയും വിളിച്ചിട്ടില്ല. ട്രെൻഡിനെ ഇംഗ്ലണ്ട് വിളിച്ചിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പം വിളിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട താരങ്ങളെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ പ്രധാനമായിട്ടും തിബോട്ട് കോർട്ടുവയെ ബെൽജിയം അവരുടെ സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല താരങ്ങൾ എന്ന് പറയുമ്പോൾ ഡീൻ ഹ്യൂയിസനെ ഇൻ്റർനാഷണൽ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആർദ ഗ്യൂളറെ തുർക്കി ടീമിലേക്ക് വിളിക്കുന്നു. ഗോൺസാലോ ഗാർഷ്യയെ അണ്ടർ 21 ഇൻ്റർനാഷണൽ ബ്രേക്കിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഡ്യൂൻ ഹൂയിസനെ കൂടാതെ ഡാനി കർവാഹലും സ്പാനിഷ് വേൾഡ് കപ്പ് ക്വാളിഫയർ ടീമിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇൻ്റർനാഷണൽ കോളപ്പുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ള മടങ്ങിവരവിലും അവർക്ക് മികവ് കാണിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. അതിനു മുമ്പുള്ള ഈ മത്സരം പൊളിച്ചടുക്കി മികച്ച രൂപത്തിൽ ടീമിന് ഈ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്നവർ ആഗ്രഹിക്കുന്നു. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം റയൽ സോസിഡാഡുമായിട്ട് 14-ാം തീയതി സെപ്റ്റംബർ 14-ന് അവേ മത്സരമുണ്ട്. അതിനുശേഷം സെപ്റ്റംബർ 16-നാണെങ്കിൽ UCL മത്സരമുണ്ട്. എസ്പാനിയോളുമായിട്ട് ഈ സെപ്റ്റംബർ 21-ന് കളിയുണ്ട്. ലവാന്തയുമായിട്ട് സെപ്റ്റംബർ 24-ന് കളിയുണ്ട്. അത്ലറ്റിക്കോയുമായിട്ട് സെപ്റ്റംബർ 28-ന് കളിയുണ്ട്. 30-ന് UCL ആണ്. പിന്നെ VRLുമായിട്ട് ഒക്ടോബർ 5-ന് കളിയുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഇൻ്റർനാഷണൽ ബ്രേക്ക് വരും. അപ്പോൾ ടൈറ്റ് ഷെഡ്യൂളാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.